അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. കർത്താവ് ഇന്ന് എല്ലാം തുടങ്ങുന്നവരുണ്ട്. വീട്, അതുപോലെ തന്നെ മക്കളുടെ വിവാഹ വിഷയങ്ങൾ, അല്ലെങ്കിൽ ചെറുകിട വ്യാപാരങ്ങൾ, വ്യവസായങ്ങൾ, പ്രോജക്റ്റുകൾ, പദ്ധതികൾ, അല്ലെങ്കിൽ വിദേശ യാത്രയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ എല്ലാം തുടങ്ങി വെക്കുന്നവരുണ്ട്. അവരെല്ലാം ഞാൻ ഈശോയുടെ നാമത്തിൽ ആശീർവദിക്കുന്നു. കർത്താവ് മനസ്സിന് വല്ലാത്ത ഭാരം കൊണ്ടിട്ട് ഒന്നും ചെയ്യാൻ പറ്റാതെ ഇങ്ങനെ വീട്ടിൽ ഇരുന്ന് പോയവരുണ്ട്. കുട്ടികളുടെ മരണം കാരണം, ഉടയവരുടെ വേർപാട് കാരണം ഹൃദയഭാരം കയറി നടക്കുന്നവരുണ്ട്. ലവ് അഫെയറിൽ പോലും പരാജയപ്പെട്ട ആൾക്കാർ മനസ്സിന് ചത്താലും കുഴപ്പമില്ല എന്നൊക്കെയുള്ള മാനസികാവസ്ഥയിൽ മനസ്സ് ചത്തിക്കുന്നവരുണ്ട്. വികടമായ ഒരു മാനസികാവസ്ഥയാണെങ്കിൽ പോലും ആൾക്കാർ അനുഭവിക്കുന്നൊരു സങ്കടമാണത്. ആവശ്യമില്ലാത്ത കാര്യത്തിൽ പോയി തൂങ്ങിയിട്ട് അവസാനം അത് കിട്ടാതെ വരുമ്പോൾ ഉണ്ടാകുന്ന നിരാശ, അതും ദൈവികമായ റെഫർ ചെയ്യുന്ന വിഷയങ്ങളല്ല. ദൈവത്തിൻ്റെ അരൂപി, ദൈവത്തിൻ്റെ ഹിതമല്ല. അവരുടെ സ്വന്തം ഇഷ്ടത്തിൽ പോയിട്ട് അതിൽ നിന്ന് കിട്ടിയ പരാജയം കൊണ്ട് അവരനുഭവിക്കുന്ന, അവർ തന്നെ വേലിയെ കിടക്കുന്ന പാമ്പിനെടുത്ത് ഓളെ വെച്ചതല്ലേ. പക്ഷേ എങ്കിലും മനുഷ്യനാണല്ലോ ആ വിഷമം അനുഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ മനുഷ്യനെ അങ്ങനെയുള്ള പ്രയാസങ്ങളിൽ നിന്ന് വിടുവിക്കുന്നത് ദൈവത്തിൻ്റെ കരുണയുടെ ഭാഗമാണ്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ പ്രാർത്ഥനയുടെ വിഷയമാക്കുന്നത്. കർത്താവ് അങ്ങനെ സ്വന്തം കുറ്റങ്ങൾ കൊണ്ട് തന്നെ കൊലവെറിയായി പോയിട്ടുള്ള ആൾക്കാരുണ്ട്. സ്വന്തം കുറ്റങ്ങൾ കൊണ്ട് തന്നെ ഭയങ്കരമായിട്ടുള്ള രീതിയിൽ കുരുക്കിലായിപ്പോയവരുണ്ട്. അവരെല്ലാം അഴിക്കാൻ വേണ്ടി പരിശുദ്ധമ്മ ദേവമാതാവിനെ ഞാൻ അവരെ ഏൽപ്പിക്കുന്നു. അവരുടെ കഴിവുകൊണ്ട് അവർക്ക് രക്ഷപ്പെടാൻ ഇനി പറ്റത്തില്ല. ദൈവമേ, കൃപാസതി ഉടമ്പടി എടുത്ത 10,000-കണക്കിന് മനുഷ്യരുടെ നന്മ പ്രവർത്തിയുടെ ശക്തിയാൽ, ദൈവത്തിൻ്റെ പ്രത്യേകമായ കരുണയാൽ ഇങ്ങനെയുള്ള വിഷവിധമായ സാഹചര്യങ്ങളിൽ ചെന്ന് ചാടിയവർ യേശുക്രിസ്തുവിനകത്ത് വീണ്ടെടുക്കപ്പെട്ടിരുന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ ഞാൻ അവരെ ആശീർവദിക്കുന്നു. സഭയുടെ അധികാരത്തിൽ ആശീർവദിക്കുന്നു. 39 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ ശക്തിയിൽ ആശീർവദിക്കുന്നു. എല്ലാ കുടുംബങ്ങളെയും ആശീർവദിക്കുന്നു. ജോലിയില്ലാത്തവർ,
ജോലിക്ക് പോയിട്ട് ഗതി പിടിക്കാതിരിക്കുന്നവർ, പണം നമ്മൾ അധ്വാനിച്ച പണം കണ്ടവൻ്റെ കയ്യിൽ അകപ്പെട്ടിട്ട് ചോദിച്ചിട്ട് പോലും കിട്ടാതെ നിരാശപ്പെട്ട് നടന്നിട്ട് അവിടുന്ന് തൊഴിൽ പോലും നഷ്ടപ്പെട്ടു, ചോദിച്ചതിൻ്റെ പേരിൽ തൊഴിൽ നഷ്ടപ്പെട്ടവർ. ഇങ്ങനെ ഓരോ തരത്തിലും മനുഷ്യൻ്റെ അപ്പുറത്ത്, കഴിവിൻ്റെ അപ്പുറത്ത് അവൻ്റെ ഉത്തരവാദിത്വം അല്ലാതെ തന്നെ അനുഭവിക്കുന്ന ഒത്തിരി വേദന അനുഭവിക്കുന്ന സഹോദരനുണ്ട്. അവരെല്ലാം ഈ സമയത്ത് പരിശുദ്ധ അമ്മ ദേവമാതാവിനെ ഏൽപ്പിക്കണം. മാതാവിൻ്റെ മധ്യസ്ഥ ലഭിക്കട്ടെ. കുഞ്ഞുങ്ങളില്ലാത്തവർ, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ട്രൈ ചെയ്തിട്ട് പല കുഞ്ഞുങ്ങളും ട്യൂബിലായിപ്പോയവർ, അവസാനം ട്യൂബ് തന്നെ കണ്ടിച്ച് കളഞ്ഞിട്ടുള്ളവർ, ഇനി എങ്ങനെ ജീവിക്കുമെന്ന് അറിയാൻ പാടില്ലാതെ കുഞ്ഞുങ്ങളില്ലാതെ എങ്ങനെ ജീവിക്കും. പക്ഷേ ചിലരൊക്കെ അങ്ങനെ മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നു. ഇതിനേക്കാൾ നില മരിക്കുകയാണ്. അവർ ചുമ്മാ പറയണതാണ്. ദൈവത്തിൻ്റെ ആഴമായ വിശ്വാസമില്ലാത്തതിൻ്റെ പേരിൽ എന്തെങ്കിലും തകർച്ച ഉണ്ടാകുമ്പോൾ ഉടനെ നിരാശ വലിഞ്ഞു കയറിയിട്ട് മനുഷ്യൻ്റെ ശരിക്കും അലൈൻമെൻറ്റ് പോകും, മനസ്സിൻ്റെ അലൈൻമെൻറ്റ് പോകും. എന്നിട്ട് അവർ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കും. കർത്താവേ, അങ്ങനെയുള്ളവരെല്ലാം നീ സന്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ നിങ്ങളെ ആവശ്യിക്കട്ടെ. മനസ്സിന് കരുത്തില്ലാത്തവരെ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം തളിച്ചുകൊണ്ട് ലോകം കണ്ട ഏറ്റവും വലിയ ധൈര്യശാലിയായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിന്നെ ഞാൻ ശക്തിപ്പെടുത്തുന്നു. കർത്താവിൻ്റെ കരുണ നിന്നെ ആവശ്യിക്കട്ടെ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, പവർ ഓഫ് ദി സ്പിരിറ്റ്, ടച്ച് വിത്ത് ദ ഫയർ ഫിംഗർ, സക്ക് വിത്ത് ദ പ്രഷ്യസ് ബ്ലഡ്. കർത്താവ്, തൊഴിലില്ലാത്തവർ, ജോലിയില്ലാത്തവർ, പരീക്ഷ എഴുതുന്നവർ, പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവർ, പണം നഷ്ടപ്പെട്ട് തിരിച്ച് വാങ്ങിക്കാൻ വേണ്ടി പോകുന്നവർ, അത് ബാങ്കിൽ ലോണിന് പോകുന്നവർ, ഇങ്ങനെ ഓരോരോ കാര്യത്തിന് വേണ്ടി, ജീവിതത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയും നിക്കക്കല്ലില്ലാത്ത രീതിയിൽ പരക്കം പാഞ്ഞിരിക്കുന്ന എല്ലാ മക്കളും കർത്താവ് ആരും സഹായിക്കാനില്ലെന്ന് വേദനിച്ച് ഉള്ളുരുകി നടക്കുന്നവരുടെ മേൽ കർത്താവിൻ്റെ രക്തം പടരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ ശക്തിയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് കൃപാസനത്തിൽ ഇന്ന് വരെ പ്രാർത്ഥിച്ചു പോയിട്ടുള്ള 10,000-കണക്കിന് മനുഷ്യരുടെ സൽപ്രവൃത്തികളെ ഇന്ന് വേദനയും തേങ്ങ അനുഭവിക്കുന്നവർക്ക് അത്താണിയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ നാമത്തിൽ അവർ അനുഗ്രഹിക്കപ്പെടട്ടെ. പീസസ് വിത്ത് പവർ ആൻഡ് ഗ്രേസ്. അത് നമ്മുടെ സാഹചര്യം, നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ എപ്പോഴും പലപ്പോഴും മനുഷ്യർ സാഹചര്യത്തിൻ്റെ ബലിയാടാകുകളാണ് പതിവ്. അതെൻ്റെ സാഹചര്യമാണ് അങ്ങനെയായിപ്പോയെന്ന് പറയും. പക്ഷെ ബൈബിൾ ഈ സാഹചര്യത്തെ അംഗീകരിക്കണില്ല. എന്താ കാര്യം? സാഹചര്യത്തെ ദൈവത്തിൻ്റെ മുകളിൽ കൊണ്ടുവരാൻ ബൈബിൾ അനുവദിക്കത്തില്ല. നീ നിൻ്റെ സാഹചര്യത്തെ ദൈവത്തിൻ്റെ മുകളിൽ കൊണ്ടുവന്നാൽ അതിൻ്റെ അർത്ഥം സാഹചര്യമാണ് നിൻ്റെ ദൈവം എന്നാണ്. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത് എന്താണ്? വചനം പ്രഘോഷിക്കുക. വചനം പ്രഘോഷിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വചനത്തിന് സാക്ഷിയാകുക. സാഹചര്യം അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും ജീവിതത്തിലെ ജീവിതത്തിൽ പല വിഷയങ്ങളുണ്ടാവും. ആ വിഷയങ്ങളിലെല്ലാം ചിലപ്പോൾ ഒരുത്തിൻ്റെ കഥ ഞാൻ എൻ്റെ കൺമുമ്പിൽ കണ്ട കാര്യമാണ്. ഒരു സ്ത്രീ ഒളിച്ചോടി പോയി. അപ്പോൾ അയാൾ ഗൾഫിൽ നിന്ന് കിട്ടിയ പണം മുഴുവൻ എടുത്തുകൊണ്ടാണ് അയാൾ ഗൾഫിൽ നിന്ന് 5-6 കൊല്ലത്തെ ജോലിയും കഴിഞ്ഞ് വന്നപ്പോൾ സ്ത്രീ ആ കിട്ടിയ പണം എല്ലാം കൊണ്ട് വേറെ ഒരുത്തർ കൊടുത്ത് അവൻ്റെ കൂടെ ഒളിച്ചോടി പോയി. അപ്പോൾ അയാൾ അമ്മയോടൊന്ന് പറഞ്ഞ് അമ്മ അവൾ ഒളിച്ചോടിപ്പോയെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞ് നിനക്കത് തന്നെ വേണം. എന്താ കാര്യം? നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ അവൾക്ക് വേറെ ചുറ്റിക്കളി കൂടുതലാണെന്നൊക്കെ പറഞ്ഞത് എഴുതിയപ്പോൾ നീ അത് മൈൻഡ് ചെയ്യില്ലല്ലോ. നീ അവളെ വലിയ തങ്കമാണ്, പൊന്നാണ്, ദേവിയാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് അവളെന്നോട് അങ്ങ് ചെയ്തില്ല. ഇപ്പം നിനക്ക് അത് തന്നെയാണ് അമ്മ പറഞ്ഞു. അവൾ പോയി കഴിയുമ്പോൾ സങ്കടം കൊണ്ട് കാശും പോയി ആളും പോയില്ലേ. അപ്പോൾ അവളെ കൊണ്ട് പെങ്ങളുടെ തീയെന്ന് പറഞ്ഞ് പോയി തൂക്കിച്ചകളാന്ന് പറഞ്ഞ്. കാര്യം നാത്തുപോരാണെന്നാണ്. കാര്യം അവളെ കെട്ടിയതിന് ശേഷം പിന്നെ ഈ പെങ്ങളെ നോക്കത്തില്ല. ഭാര്യയും പോയി, അമ്മയും പോയി, പെങ്ങളും പോയി. അപ്പോൾ തൂങ്ങിച്ചകളാന്നുള്ളത് മാത്രം ഭാവശേഷിച്ച്. അപ്പോൾ അയാളങ്ങനെ തൂങ്ങിച്ചാകാൻ വേണ്ടി അതിന് ബന്ധായിപ്പോയി. അപ്പോൾ ഞാനവിടെ ചെന്ന് ഒരു ധ്യാനം നടത്താൻ വേണ്ടി ഇറങ്ങുകയാണ്. ബന്ധാണെങ്കിൽ ധ്യാനത്തിൻ്റെ വണ്ടി കയറ്റി വിട്ടവർ. ഞാനാണെങ്കിൽ പണ്ടാരം ഛർദ്ദിച്ചാണ് അവിടെ ഒടിഞ്ഞോളം ചെമ്മീൻ കുഞ്ഞാണ് ആ വണ്ടിയെ പോയി ഇറങ്ങുമ്പോൾ തന്നെ എന്നെ കണ്ടപ്പോൾ തന്നെ ഞാനാണെങ്കിൽ ഇങ്ങനെ ആൾക്കാർ കക്ഷത്ത് കഴിഞ്ഞിട്ട് എന്നെ ഇറക്കണം, തളർന്നിട്ട് വെള്ളം നിർജ്ജലീകരണമായിപ്പോയി. അപ്പോൾ പക്ഷേ ആ മനുഷ്യൻ ആ സമയത്ത് ഈ ബസ് സ്റ്റോപ്പിൽ നിൽപ്പുണ്ടായെന്ന് പറയണത്. ഞാൻ സ്റ്റേജിൽ കയറി വെള്ളം ഒരു കട്ടൻ ചായ കുടിച്ച് ചെറുതായിട്ടൊന്ന് മയങ്ങി വെച്ചും വൈകുന്നേരം സ്റ്റേജിൽ കയറി ഇപ്പോൾ സ്തുതിപ്പ് തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞ് ഈ സ്റ്റേജിൻ്റെ വടക്ക് പടിഞ്ഞാറ് നിൽക്കുന്ന ഒരു മനുഷ്യൻ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നു. അവൻ്റെ ജീവിത പങ്കാളി തിരിച്ചു വരും, അത് സ്വീകരിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നു എന്ന് ഞാൻ പരിശുദ്ധാത്മ എന്നോട് പറഞ്ഞു. ഞാനത് പറഞ്ഞു. ഞാനാ ധ്യാനം കഴിഞ്ഞ് പോയി ഏറ്റവും കഷ്ടപ്പെട്ട് നടത്തിയത് ധ്യാനമാണ്. പിന്നെ ഞാൻ ഇടവകയിൽ നിന്നിട്ട് ആ ഇടവകയുടെ അടുത്ത് തന്നെ വേറെ ഇടവക ട്രാൻസ്ഫറായി വന്നപ്പോൾ 6 മാസം കഴിഞ്ഞപ്പോൾ ഒരാളിനെ കാണാൻ വന്നു. അച്ഛനാണ് എൻ്റെ ജീവിതം രക്ഷിച്ചതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്താണ്? അല്ല, അച്ഛന് അന്ന് ധ്യാനിപ്പിക്കാൻ വന്നപ്പോഴേ അച്ഛൻ ഇങ്ങനെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഞാനിങ്ങനെ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി അരൂര് പോയി വെള്ളത്തിൽ ചാടാൻ നിൽക്കരുത്.
അച്ഛൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു മിന്നൽ പോലെ എനിക്ക് തോന്നി, എന്തോ ഒരു ഫ്ലാഷ് എൻ്റെ മേലെ അടിക്കണമെന്ന് തോന്നി. അപ്പോൾ എനിക്കൊരു ദൈവികത തോന്നിയിട്ട് ഞാൻ നേരെ ധ്യാനപ്പാട്ടിലോട്ട് പോയി. പക്ഷേ 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വിളിച്ചു പറഞ്ഞു, ഇന്ന ആൾ ആത്മഹത്യ നിൽക്കുന്നുണ്ട്, അയാൾ ഭാര്യ തിരിച്ചു വരും, കർത്താവ് സ്വീകരിക്കാൻ ആഗ്രഹപ്പെടും. അച്ഛൻ പറഞ്ഞ പോലെ ഞാൻ ഉടനെ അവൾ തിരിച്ചു വന്നുവെച്ചാൽ ഞാൻ ആ വചനപ്രകാരം സ്വീകരിച്ചതാണ്. ആ കണ്ടവൻ്റെ പുറകെ പോയെങ്കിലും ആ ഭാര്യ തിരിച്ചു വന്നപ്പോൾ എന്ത് വകുപ്പിലാണ് സ്വീകരിക്കുന്നത്? അത് കർത്താവ് കൺവെൻഷനിൽ വെച്ച് നേരിട്ട് സംസാരിച്ച കൊണ്ട് ദൈവത്തിൻ്റെ വാക്ക് കേട്ട് സ്വീകരിച്ചതാണ്. ഒരു കുടുംബ ജീവിതത്തിൽ എന്തെല്ലാം കാലാവസ്ഥ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് നമുക്ക് മനസ്സിലാകേണ്ടത് ഉണ്ണീശോനെ, മാതാവിനെയും ഔസേപ്പിതാവിനെയൊക്കെ ദൈവം ഇങ്ങനെ മാതൃകയായിട്ട് വെച്ചിരിക്കുകയാണ്. ഓരോരോ കാര്യങ്ങളുണ്ടാകുമ്പോൾ മാതാവ് എന്ത് ചെയ്തു, ഒരു കാര്യം ഉണ്ടാകുമ്പോൾ ഔസേപ്പിതാവ് എന്ത് ചെയ്തു, ഒരു കാര്യം ഉണ്ടാകുമ്പോൾ ഉണ്ണീശോ എന്ത് ചെയ്തു എന്ന് ചിന്തിച്ചാൽ നമ്മുടെ കുടുംബം കറക്റ്റായി. ജീവിതത്തിൽ പല സമയങ്ങളുണ്ടാകത്തില്ലേ? അത് നമ്മുടെ 2 തീമോത്തി 4:2 എടുത്ത് വചനം പ്രസംഗിക്കുക. വചനം പ്രസംഗിക്കുക. സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും അതാ. അപ്പോൾ അത് 2 തീമോത്തി 4:2 എന്താണ്? വചനം പ്രസംഗിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അർത്ഥം എന്താണ്? വചനം പാലിക്കുക. അത് തന്നെ പ്രസംഗിക്കുമ്പോൾ ആളല്ല, പ്രാസംഗികയില്ലാതെ എങ്ങനെയാണ് വചനം നമുക്ക് അറിവ് കിട്ടണം? പ്രാസംഗികനില്ലാതെ എങ്ങനെ വിശ്വസിക്കും? റോമ 10:14 വചനം എടുത്തേ. എന്നാൽ തങ്ങൾ വിശ്വസിച്ചിട്ടില്ലാത്ത ഒരുവനെ അവർ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? ഒരിക്കലും കേട്ടിട്ടില്ലാത്തവനെ എങ്ങനെ വിശ്വസിക്കും? പ്രാസംഗികനില്ലാതെ എങ്ങനെ കേൾക്കും? എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് കേൾക്കണമെങ്കിൽ പ്രാസംഗികൻ ഉണ്ടാകണ്ടേ. പക്ഷെ പ്രാസംഗികൻ എന്ത് ചെയ്യണം? പ്രാസംഗികൻ വചനം, അത് 2 തീമോത്തി 4:2 പറഞ്ഞ വചനം പ്രഘോഷിക്കുക, സാഹചര്യം അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും. അതിൻ്റെ അർത്ഥം എന്താണ്? വചനം പാലിക്കുക, സാഹചര്യം അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും. അതാണ് എൻ്റെ അർത്ഥം. വചനം പ്രഘോഷിക്കുക. ഇപ്പോൾ ഔസേപ്പിതാവിനെ സംബന്ധിച്ചിടത്തോളം ഔസേപ്പിതാവിൻ്റെ ഏറ്റവും വലിയ വിജയം അതാണ്. വചനം പാലിച്ചു. എന്താണ്? സാഹചര്യം അനുകൂലമല്ലായിരുന്നു, പ്രതികൂലമായിരുന്നു. നമ്മളിപ്പോൾ ഡൈവേഴ്സ് ചെയ്യണതിൻ്റെ കാര്യം എന്താണ്? ജീവിത സാഹചര്യം അനുകൂലമാണ്, ജീവിതത്തിന് ജോലി. ഇപ്പോൾ PR ഇല്ലെന്നും പറഞ്ഞ് എന്തുമാത്രം ആൾക്കാർ ഡൈവേഴ്സ് ചെയ്തിട്ടുണ്ട്, PR ഇല്ലെന്നും പറഞ്ഞു. അപ്പോൾ PR-നാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. പക്ഷേ ഡൈവേഴ്സ് ആയാലും സമ്മതിക്കില്ല. വീട്ടുകാർ പറയും കടവുണ്ട്, ഇവനെ വിടാൻ പറയും. ഈ ഡൈവേഴ്സ് ആക്കിയിരിക്കണം മുഴുവനും വീട്ടുകാരല്ലേ. ചിലപ്പോൾ അപ്പന്മാരായിരിക്കും അതിൻ്റെ റോൾ കളിക്കുന്നത്, ചില ആൾക്കാർ അമ്മമാരായിരിക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ വചനം പ്രഘോഷിക്കുക, സാഹചര്യം അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? വചനം പാലിക്കുക, സാഹചര്യം അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും. എൻ്റെ പേര് കസിയ വിൽഫ്രഡ്. ഞാൻ UK നിന്നാണ് വരുന്നത്. ഇന്ന് രാവിലെ ഞാൻ വന്നിറങ്ങിയുള്ളൂ. സാക്ഷ്യം പറയാൻ വേണ്ടി മാത്രം ഞാൻ വന്നതാണ്. കർത്താവും മാതാവും കൂടി അനുഗ്രഹിച്ച് എനിക്ക്, എൻ്റെ കുടുംബത്തിനും ഇൻക്ലൂഡിങ് മൈ മോം ആൻഡ് ഡാഡ്, എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നത് ഞാൻ എല്ലാവരുടെയും മുൻപിൽ ഷെയർ ചെയ്യാനാണ് ഞാൻ വന്നത്. 2020 എനിക്ക് ഒരു ബാക്ക് പെയിൻ വന്നത്. ഞാനൊരു നേഴ്സായിട്ട് സൗത്താംപ്ടൺ UK വർക്ക് ചെയ്യുവാണ്. ബാക്ക് പെയിൻ വന്നു. ഫസ്റ്റ് വേവ് ഓഫ് കോവിഡ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ടെൻഷനൊക്കെ കാരണമായിരിക്കും എന്ന് വിചാരിച്ചു. അത് പോകുന്നില്ലായിരുന്നു. പിന്നെ എൻ്റെ ബ്ലഡ്സ് ചെക്ക് ചെയ്തു. അവർ ഡീറ്റെയിൽസ് ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്തപ്പം അവർ ഒരു ഡൗട്ട് പറഞ്ഞു. അതിന് ഫർദറായിട്ട് അവരൊരു CT സ്കാൻ വിത്ത് കോൺട്രാസ്റ്റ് ചെയ്തപ്പം ദേ ഡയഗ്നോസ് ദാറ്റ് ഐ ഹാവ് ലിംഫോമ. ലിംഫോമ എന്താണെന്ന് അറിയാത്തവർക്ക് ഇറ്റ്സ് എ ഫോം ഓഫ് ബ്ലഡ് ക്യാൻസർ. അപ്പം എൻ്റെ മമ്മിയും ഡാഡിയും എനിക്ക് വേണ്ടി ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുകയുണ്ടായി. അപ്പം ഞാൻ സുഖമായിട്ട് ഡോക്ടേഴ്സ് പറഞ്ഞതനുസരിച്ച് റേഡിയേഷനും കീമോ ഒക്കെ എടുത്തായിരുന്നു. അതിൻ്റെ ഇടയിൽ ഞാൻ വളരെ പെട്ടെന്ന് ആയിട്ടാണ് ഞാനത് റിക്കവർ ആയത്. പക്ഷേ അതിൻ്റെ ഇടയിൽ മമ്മി വെൻറ്റ് റിയലി സിക്ക്. മമ്മിക്ക് ബാലൻസ് ഒക്കെ നഷ്ടപ്പെട്ടായിരുന്നു. അതിനുശേഷം മമ്മിക്കും ഡയഗ്നോസായി തലയിലൊരു ചെറിയൊരു ഗ്രോത്ത് പോലെ ഉണ്ടെന്ന്. the same time ഞാനും മമ്മിയും went through the same kind of situation. So മമ്മി went through
ഒരു ന്യൂറോ സർജറി, മേജർ ന്യൂറോ സർജറി മെഡിക്കൽ ട്രസ്റ്റിലായിരുന്നു. ഞാൻ കീമോയും ഒക്കെ ആയിട്ട് ഞാൻ UK-ലും. അങ്ങനെ മാതാവിൻ്റെ അടുത്ത് തന്നെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ഞങ്ങൾ രണ്ടുപേരും റിക്കവറായെന്ന് ഞങ്ങൾ വിചാരിച്ചു. അങ്ങനെ ഇരിക്കെ ഇതെല്ലാം ട്രീറ്റ്മെൻ്റ് എല്ലാം കഴിഞ്ഞ് എനിക്ക് ഫർദർ സ്കാൻ, ഒരു പെറ്റ് സ്കാൻ ചെയ്തു അവർ, ടു സീ ഹൗ മച്ച് ഐ എം ഗെറ്റിംഗ് ബെറ്റർ. അങ്ങനെ പെറ്റ് സ്കാൻ ചെയ്തപ്പോൾ അവർ പറഞ്ഞു ദർ ഇസ് സ്റ്റിൽ എന്തോ ഒരു റൂട്ട് അവിടെ സ്റ്റിൽ പെൻഡിങ് ആണ് ആൻഡ് ഇറ്റ് ലുക്സ് ലൈക്ക് ഇറ്റ് സ്റ്റിൽ ആക്റ്റീവ്. അപ്പം അവർ പറഞ്ഞു യു മൈറ്റ് നീഡ് ഫർദർ സ്റ്റെം സെൽ തെറാപ്പി. അപ്പം ഞങ്ങളത് കേട്ടപ്പോഴത്തേക്കും ഞങ്ങൾ ഒത്തിരി വിഷമിച്ച് പോയി. കാരണം അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി റിസ്ക്കിയാണ്. ആൻഡ് ഓൺ ദ ടോപ്പ് ഓഫ് ദാറ്റ് 1 month ഞാനവിടെ ഫുൾ സ്റ്റേ ചെയ്യണം. ഐ ഷുഡ് ബി അവേ ഫ്രം മൈ കിഡ്സ് ആൻഡ് മൈ ഹസ്ബൻഡ് അറ്റ്ലീസ്റ്റ് ഫോർ 1 to 2 months. സോ അങ്ങനെ വന്നപ്പോഴത്തേക്കും ഞങ്ങൾ വിഷമിച്ചു. മമ്മിയും ഡാഡിയും തിരിച്ചിവിടെ വന്നു. എൻ്റെ ഫോട്ടോ കാണിച്ചു ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ. എൻ്റെ ഫോട്ടോ മാതാവിൻ്റെ ഗ്രോട്ടോയിൽ വെച്ച് പ്രാർത്ഥിച്ചു. എന്നിട്ട് മമ്മിനെയും ഡാഡിനെയും ബ്ലെസ് ചെയ്തു. അപ്പം മമ്മിയുടെ അടുത്ത് പറഞ്ഞു ഈ കുട്ടിക്ക് ഒന്നുമില്ല, മമ്മിനെ സൂക്ഷിച്ചാൽ മതി, മമ്മി സൂക്ഷിച്ചോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ മമ്മി 1 വർഷം കഴിഞ്ഞിട്ട് സ്കാൻ ചെയ്തപ്പം ഡോക്ടർ പറഞ്ഞു ഒരു റേഡിയേഷൻ തെറാപ്പി ചെയ്യണം, വിച്ച് ഈസ് സൈബർ നൈഫ് തെറാപ്പി. അത് എനിക്ക് തോന്നുന്നു കുറച്ച് നാളുകളായിട്ടുള്ള ആസ്റ്റർ മെഡിസിറ്റിയിൽ ആ ട്രീറ്റ്മെൻറ്റ് മെഷീൻ വന്നിട്ട് ഇറ്റ്സ് സോ എക്സ്പെൻസീവ് ആൻഡ് ഇറ്റ്സ് വെരി ഒത്തിരി റെയറായിട്ട് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റാണ്. സോ അത് ചെയ്തു മമ്മിക്ക്. പിന്നെ എൻ്റെ കാര്യം പെറ്റ് സ്കാൻ അവർ 6 months ആഫ്റ്റർ റിപ്പീറ്റ് ചെയ്തപ്പം ഞങ്ങളെല്ലാവരും പ്രതീക്ഷിച്ചു അവിടെ ഒന്നും കാണത്തില്ല, മാതാവ് എല്ലാം മാറ്റി തന്നു. പ്രത്യേകിച്ച് അച്ഛൻ എന്നെ ബ്ലെസ് ചെയ്താണെന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ ഞങ്ങൾ പോയി അവിടെ ചെന്നപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു, നേരെ ഓപ്പോസിറ്റാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, ഇത് ഇനിയും ഗ്രോ ആയിക്കൊണ്ടിരിക്കുകയാണ്, എന്തായാലും ഇമ്മീഡിയറ്റ് ആയിട്ട് നിനക്ക് ഈ ട്രീറ്റ്മെൻറ്റ് എടുത്തേ പറ്റൂ, അല്ലെങ്കിൽ ഇത് വേറെ എന്തെങ്കിലും ആവും, ഇതിപ്പം മൈൽഡ് ലിംഫോമേ ഉള്ളൂ, സോ ഷുഡൻ ബി അഗ്രവേറ്റിംഗ്, സോ ദേ ഡോണ്ട് ടേക്ക് റിസ്ക്. അതുകൊണ്ട് തന്നെ അവർ പറഞ്ഞു ഓക്കെ നീ ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു, പ്രാർത്ഥന വിട്ടില്ല. അപ്പം ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് ഒരു കാര്യം ഞാൻ പറഞ്ഞു, എൻ്റെ ദൈവം എന്നെ സുഖപ്പെടുത്താനാണെങ്കിൽ ഞാൻ സുഖപ്പെട്ടാൽ മതി, എൻ്റെ ദൈവം എന്നെ സുഖപ്പെടുത്തും, അതിൽ ഞാൻ വിശ്വസിച്ചിട്ടാണ് പോകുന്നത്. ദെൻ ആ ഡോക്ടർ ഒരു പ്രൊഫസറാണ്, വേൾഡിൽ തന്നെ 2ാമത് നിൽക്കുന്ന എന്തോ ഒരു ഡോക്ടറാണ് പുള്ളി ഈ ലിംഫോമ മാനേജ്മെൻറ്റിൻ്റെ കാര്യത്തിൽ. പുള്ളി പറഞ്ഞു ടച്ച് വുഡ്, നീ പറഞ്ഞത് തന്നെ നടക്കട്ടെ എന്ന് പറഞ്ഞു. ഞങ്ങളങ്ങനെ അവിടെ നിന്ന് പോന്നു. അങ്ങനെ ബയോപ്സി 1st of April ബയോപ്സി ചെയ്തു. ബയോപ്സി എടുത്തു കഴിഞ്ഞു. എനിക്ക് ഭയങ്കര പെയിൻഫുള്ളായിരുന്നു, കാരണം ഇറ്റ്സ് സോ മൈന്യൂട്ട്, ചെറിയൊരു ഗ്രോത്തേ ഉള്ളൂ. അത് എൻ്റെ ബാക്കിൽ നിന്ന് എടുത്തു. അപ്പം ഞാൻ മാതാവിൻ്റെ പത്രം, വചനം, മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണെന്നുള്ള വചനം ഞാൻ എന്നും മുറുകെ പിടിച്ചുകൊണ്ടിരുന്നു. ഇത് ഞാൻ ഫ്രെയിമിട്ട് ഞാൻ ഈ ഡോക്ടറിന് ഒരു ഗിഫ്റ്റായിട്ട് കൊടുക്കുകയും ചെയ്തു ആ സമയത്ത്. അപ്പം ഇത് മാതാവിന് ലോക്കറ്റും ഞാൻ ഈ വയറ്റത്തോടെ ഇങ്ങനെ അടുപ്പിച്ച് പിടിച്ചിട്ട് ഞാൻ ഇങ്ങനെ കമന്ന് കിടന്നു. എന്നിട്ട് അവർ ഭയങ്കര പെയിൻഫുള്ളായിരുന്നു. ആ പെയിൻ്റെ ഇടയിൽ ഞാനൊരു കാര്യം ഓർത്തത്, കാരണം അത് നമ്മുടെ ലെൻറ്റ് സീസണായിരുന്നു. ഈശോ മരിക്കുന്ന ഈശോൻ്റെ പീഡാസഹനത്തോട് ഞാനത് ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ട് 6-ാം തീയതി ഏപ്രിൽ 6-ാം തീയതി, അതിനു മുമ്പ് ഞാൻ ഈ പത്രത്തിൽ ഞാൻ എഴുതിയിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയിരുന്നു. ഇത് ഞാൻ എന്നും കൊണ്ടു നടക്കുന്ന ഒരു പത്രമാണ്, എൻ്റെ ബാഗിലും ഒക്കെ എപ്പോഴും ഞാൻ വയ്ക്കുന്നൊരു പത്രം. ഇതിനകത്ത് ഞാൻ എഴുതിയിട്ട് പ്രാർത്ഥിച്ചു, മാതാവേ എനിക്ക് കൃപാസനത്തിൻ്റെ സാക്ഷിയാകാൻ പറ്റണേന്ന്. അങ്ങനെ ഞാൻ എൻ്റെ ബിഹേവിയേഴ്സൊക്കെ ചേഞ്ച് ചെയ്യാൻ തുടങ്ങി. ഓരോ കാര്യങ്ങൾ ഞാൻ എഴുതിയിട്ട് പ്രാർത്ഥിച്ചു. അതിലേറ്റവും വലിയൊരു കാര്യം ഞാൻ ചേഞ്ച് ചെയ്തത്, എൻ്റെ മാതാപിതാക്കന്മാരെ ഞാൻ മര്യാദക്ക് നോക്കുക എന്നുള്ളതാണ്. ഈ ഒരു കോവിഡ് സ്ട്രഗിളിൻ്റെ ഇടയിൽ എനിക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ ഫിനാൻഷ്യലി ബുദ്ധിമുട്ടായിരുന്നു. ഈവൻ ദോ UK-ലായിരുന്നെങ്കിലും വി ലോസ്റ്റ് അവർ ജോബ്. അപ്പം നമുക്ക് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ അതൊന്നും അല്ല അവിടെ ഒരു ഇത്. ഞാൻ അങ്ങനെ വാട്ട് എവർ ഇറ്റ് ടേക്സ് ഞാൻ മമ്മീനെയും ഡാഡിനെയും ഹെൽപ്പ് ചെയ്യും വിത്തൗട്ട് ഫെയിൽ എന്നുള്ളത് ഞാൻ ഡിസിഷൻ എടുത്തു. കാരണം അവരിലൂടെയാണ് നമ്മുടെ കാണപ്പെടാത്ത ദൈവത്തിന് നമുക്ക്
പ്രസാദിപ്പിക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് എനിക്കൊരു ബോധ്യം കിട്ടി മാതാവിനോട് പ്രാർത്ഥിച്ചത് വഴി. പിന്നെ ഞാൻ കുർബാനയ്ക്ക് മുടങ്ങാതെ പോകുന്നുണ്ട്, കുമ്പസാരിക്കുന്നുണ്ട്, ഓൺലൈൻ റിട്രീറ്റ് എല്ലാം കൂടി തുടങ്ങി. അതെല്ലാം ഞാൻ ഈ പത്രത്തിൽ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ എഴുതിയിട്ടിട്ട് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് നടക്കുന്ന കാര്യങ്ങളാണ്. അങ്ങനെ 6-ാം തീയതി എനിക്കൊരു തോന്നി എന്തുകൊണ്ട് എനിക്ക് ഓൺലൈൻ ഉടമ്പടി എടുത്തുകൂടാ. അങ്ങനെ ഞാൻ ഓൺലൈൻ ഉടമ്പടി സക്സസ്ഫുള്ളായിട്ട് എടുത്തു. 6-ാമത്തെ ഏറ്റവും അവസാനം വെക്കുന്ന കാര്യം എന്തായാലും നടക്കുമെന്ന് പറഞ്ഞ കാരണം ഞാൻ എൻ്റെ കാര്യമല്ല വെച്ചത്. ഞാൻ വെച്ചത് ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരാളാണ്. കൊന്ത കഴിയുമ്പം ഒരു കാര്യം ഞാൻ ഈ ലോകത്തിലുള്ള വൾണറബിൾ കിഡ്സിന് വേണ്ടിയാണ് ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഞാൻ അതിനാണ് വെച്ചത്. പല വിധത്തിൽ അബ്യൂസ് ചെയ്യപ്പെടുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ എൻ്റെ അവസാനത്തെ ഒരു ഇത് വെച്ചത് മാതാവിന്. പിന്നെ 5-ാമത്തെ ആയിട്ടാണ് എൻ്റെ വെച്ചത്. 11-ാം തീയതി ഞങ്ങളവിടെ പോയി. 10-ാം തീയതി ഞാൻ ഇറ്റ് ടേക്സ് ലോങ് ടൈം ലൈറ്റ് എ ക്യാൻഡിൽ പ്രയർ ഇട്ടു. പ്രയറിൽ ഞാൻ പറഞ്ഞു, മാതാവേ, ഞാനല്ല എൻ്റെ ഹസ്ബൻഡ് ചെയ്ത്, മാതാവേ എനിക്ക് എൻ്റെ വൈഫിന് നെഗറ്റീവ് റിസൾട്ടാണ് വരണമെങ്കിൽ 10 ദിവസത്തിനുള്ളിൽ ഞാൻ ഇവിടെ വന്ന് എൻ്റെ വൈഫ് ഇവിടെ വന്ന് സാക്ഷ്യം പറയുമെന്ന് എൻ്റെ ഹസ്ബൻഡ് ലൈറ്റ് എ ക്യാൻഡിൽ പ്രയർ എനിക്ക് വേണ്ടി ചെയ്തു. അങ്ങനെ 11-ാം തീയതി ഞങ്ങൾ ഹോസ്പിറ്റലിൽ ഒത്തിരി തകർന്നാണ് പോയത്. പക്ഷേ മാതാവ് എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരുന്നു, കാം ഡൗൺ എന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കണം, എനിക്ക് കേൾക്കാമായിരുന്നു. പിന്നെ മാതാവ് പറഞ്ഞു, നീ ദൈവത്തിന് വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഇങ്ങനെ പ്രാർത്ഥിക്കണം, അതായത് ഈശോ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. നിൻ്റെ ഹിതം നിറവേറട്ടെ, എൻ്റെ ഹിതമല്ല, എൻ്റെ ഇഷ്ടമല്ല, ദൈവത്തിൻ്റെ ഹിതം നിറവേറട്ടെ എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞങ്ങളത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കൂടാതെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കണേ മാതാവേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 4:30 1.5 മണിക്കൂർ ഞങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നു അപ്പോയിൻമെൻറ്റിന് വേണ്ടി. 4:30 പ്രൊഫസർ വിളിപ്പിച്ചു. ആ പ്രൊഫസറാണ്, ഡോക്ടറല്ല, ഒരു പ്രൊഫസറാണ്. പ്രൊഫസർ വിളിപ്പിച്ചിട്ട് പറഞ്ഞു, നീ എങ്ങനെയുണ്ട്? പുള്ളി എല്ലാ വിശേഷവും ചോദിച്ചു. ഞങ്ങളപ്പോൾ വിചാരിച്ചു റിസൾട്ട് മോശമായിരിക്കും, അതായിരിക്കും ഇത്രയും ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കണേ എന്ന് പറഞ്ഞപ്പം ഞങ്ങളൊന്നും പ്രതീക്ഷിക്കാതെ പോയത്. പുള്ളി ഒറ്റ ഇരിപ്പിന് പറഞ്ഞു, നിനക്കൊരു ഇൻഫ്ലമേഷനേ ഉള്ളൂ അവിടെ, ലിംഫോമാൻ്റെ ഒരംശം പോലും അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. 4 കോർ ബയോപ്സി അവിടെ എടുത്തത്. ലവ് യു മാതാവേ. യേശുവേ നന്ദി, യേശുവേ സ്വസ്ത്രം. അതുകൂടാതെ എൻ്റെ മമ്മിയും സുഖപ്പെട്ടു. മമ്മിയും നോർമലായി എല്ലാ കാര്യങ്ങളും മമ്മി ചെയ്യുന്നുണ്ട്, ഒരു പ്രശ്നവുമില്ല. അങ്ങനെ എല്ലാ കാര്യങ്ങളും സാധിച്ചു തന്ന അമ്മയ്ക്കും തിരുക്കുമാരനും 1000 കോടി ഉമ്മ. പിന്നെ ഒരു കാര്യം, 3 കാര്യം എൻ്റെ അടുത്ത് മാതാവ് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക. പിന്നെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുക. പിന്നെ മാതാപിതാക്കന്മാരെ സഹായിക്കുക. താങ്ക് യു. കരങ്ങളടിച്ച് നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം. വലിയൊരു സാക്ഷ്യമാണ് UK നിന്ന് വന്ന കെസിയ എന്ന ഈ സഹോദരി നമ്മളുമായിട്ട് പങ്കുവച്ചത്. കെസിയയ്ക്ക് 34 വയസ്സുള്ളൂ. അപ്പോൾ ഈ പ്രായത്തിനിടയ്ക്ക് ബ്ലഡ് ക്യാൻസർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമുക്കുണ്ടാകുന്ന ഒരു ഫീലിംഗ് എന്താണ്? ഹസ്ബൻഡുണ്ട്, ചെറിയ 2 കുഞ്ഞുങ്ങളുണ്ടല്ലേ, 2 കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ മെഡിക്കൽ പ്രൊഫഷനിൽ ജോലി ചെയ്യുന്ന ഒരാൾ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ടെൻഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇവർക്ക് കിട്ടിയ ഒരു ഉറപ്പ് എന്ന് പറഞ്ഞത്, കെസിക്ക് കിട്ടിയ ഒരു ഉറപ്പ്, കെസിയുടെ അമ്മയാണ് ഉടമ്പടി എടുത്തത് അല്ലേ? കൃപാസനത്തിൽ വന്ന് തീർത്ഥാടക ഉടമ്പടി എടുത്താരായിരുന്നു? എന്തോ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തായിരുന്നു അല്ലേ? 3 പ്രാവശ്യം വന്ന് 3 പ്രാവശ്യം വന്നായിരുന്നു, പുതുക്കിയിട്ടുണ്ട്. അപ്പോൾ ഉടമ്പടി എന്ന് പറയുന്നത് നമുക്കറിയാം ദൈവിക സംരക്ഷണം ഉറപ്പുവരുത്തുന്ന പ്രാർത്ഥനയാണ്. അപ്പോൾ കെസിയുടെ അമ്മ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് കെസിയ ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റീസ് എല്ലാം ക്ലിയർ ചെയ്തായിരുന്നു. അതായത് പറഞ്ഞതുപോലെ തന്നെ കീമോതെറാപ്പിയും റേഡിയേഷനും എല്ലാം ക്ലിയർ ചെയ്തായിരുന്നു. പിന്നെ ഈ കെസിയ പറയാൻ വിട്ടുപോയൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ അമ്മ ഉടമ്പടി എടുത്തുകൊണ്ട് തന്നെ ഈ മകൾക്ക് പ്രത്യേകിച്ച് ക്യാൻസറിൻ്റേതായ സീരിയസ് സിംറ്റംസ് ഒന്നും ഉണ്ടായിരുന്നില്ലെന്ന് പറഞ്ഞു അല്ലേ? ബോഡി എപ്പോഴും ഹെൽത്തി ആയിരുന്നു. കാരണം അമ്മ ഒരു പരീക്ഷണ ഘട്ടത്തിലൂടെ കടത്തിക്കൊണ്ട് പോയെങ്കിലും ഈ മകള് തുടക്കം മുതൽ ഓക്കെ ആയിരുന്നു. അതായത് സാധാ ക്യാൻസർ രോഗികൾക്കുണ്ടാകുന്ന അത്ര സീരിയസ് വിഷയങ്ങളൊന്നും ഈ മകൾക്ക് ഉണ്ടായിരുന്നില്ലെന്ന് പറഞ്ഞു. പിന്നീടാണ് ഒരു ഗ്രോത്ത് കാണുന്നത് പെറ്റ് സ്കാൻ ചെയ്യുമ്പോൾ.
അപ്പോൾ അമ്മയും അപ്പനും കൂടി ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ ഫോട്ടോ ആണ്, ഈ മകൾ UK-യിലാണ്, അപ്പോൾ ഫോട്ടോയാണ് കാണിച്ചത്. അപ്പോൾ ഈ ഫോട്ടോ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പരിശുദ്ധ അമ്മ കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട ഈ പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ മുട്ടിച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ഈ മകൾക്ക് യാതൊരു അസുഖവുമില്ല, അമ്മ ഒന്ന് സൂക്ഷിച്ചാൽ മതി എന്ന് പറഞ്ഞു. കാരണം അത് ഒരു പ്രവചനമായിരുന്നു. കാരണം പ്രാർത്ഥിക്കുമ്പോൾ അത് ദൈവമാണ് വെളിപ്പെടുത്തുന്നത്. പക്ഷേ അച്ഛൻ പറഞ്ഞത് ശരിയായിരുന്നു. പിന്നീട് അമ്മയ്ക്ക് ഒരു ട്യൂമർ വന്നു, പിന്നീട് അല്ലേ മാസങ്ങൾക്ക് ശേഷം. പിന്നെ ഇപ്പോൾ പൂർണ്ണ സൗഖ്യം കിട്ടി. അപ്പോൾ അതൊരു പ്രവചനമായിരുന്നു. ഈ മകൾക്ക് യാതൊരു പ്രശ്നമില്ലെന്ന് അച്ഛനന്ന് പ്രവചിച്ചായിരുന്നു. പക്ഷേ പെറ്റ് സ്കാനിൽ കണ്ട റിപ്പോർട്ട് വേറെയായിരുന്നു. ഒരു ഗ്രോത്ത് ഉണ്ട്, ഇതിൻ്റെ ഒരു ഈ റൂട്ടഡ് ആയിട്ട് ഇതിൻ്റെ ഗ്രോത്ത് സ്റ്റിൽ എക്സിസ്റ്റിംഗ് എന്നുള്ളൊരു റിപ്പോർട്ടാണ് കിട്ടിയത്. അപ്പോൾ അതായത് നമ്മൾ കേൾക്കുന്ന വചനവും അനുഭവവും തമ്മിൽ രണ്ടും ടാലി ആകാതെ വരുന്ന അവസ്ഥ നമ്മുടെ ജീവിതത്തിലൊക്കെ സംഭവിക്കുന്ന ഒരു വിഷയമാണ്. നമ്മൾക്ക് കേൾക്കുന്ന വചനം വേറെ ആയിരിക്കും, ജീവിതത്തിൽ വരാൻ പോകുന്ന അനുഭവം വേറെ ആയിരിക്കും. പക്ഷേ ഈ സമയങ്ങളിൽ ഒരു ദൈവ പൈതൽ എന്താണ് ചെയ്യേണ്ടത്? വചനത്തിൽ തന്നെ മുറുകെ പിടിക്കണം. എൻ്റെ യേശു എനിക്കൊരു സന്ദേശം തന്നാൽ, എനിക്കൊരു വചനം തന്നാൽ, ഒരു സൗഖ്യത്തിൻ്റെ വചനം തന്നാൽ അതിൽ തന്നെ മുറുകെ പിടിക്കണം. ഈ കെസി ചെയ്തത് അപ്രകാരമാണ്. പരിശുദ്ധ അമ്മയുടെ ഇവിടെ നിന്ന് വെഞ്ചരിച്ചു കൊടുത്ത പത്രത്തിൽ ഈ മകളുടെ നൊമ്പരങ്ങളെല്ലാം എഴുതിയിട്ടു. ബയോപ്സി ചെയ്തപ്പോൾ ഈശോയുടെ ആ പീഡാസഹനങ്ങളോട് ചേർത്ത് തനിക്കുണ്ടായിരുന്ന ആ വേദന മൊത്തം ഈ മകൾ സമർപ്പിച്ചു. അത്ഭുതമായിരുന്നു പിന്നെ നമ്മൾ കണ്ടത്. മെഡിക്കൽ സയൻസിനെ പോലും ഞെട്ടിച്ചുകൊണ്ട് 4 കോർ ബയോപ്സിയുടെ 4 സാമ്പിൾസിലെ ടെസ്റ്റിലും യാതൊരു പ്രശ്നവും ഇല്ലെന്നാണ് പിന്നീട് റിപ്പോർട്ടിൽ നമ്മൾ കണ്ടത്. വലിയൊരു സൗഖ്യമാണ്. കാരണം കൃപാസനത്തിലെ അമ്മ നമുക്കറിയാം സമയബന്ധിതമായിട്ടാണ് വിഷയം ഇടവിട്ടത്. പിന്നീട് ജോസഫ് അച്ഛൻ്റെ ആ പ്രവചനം പോലെ തന്നെ ഈ മകൾ ഇന്ന് ആരോഗ്യവതിയായിട്ട്, ഹസ്ബൻഡ് പ്രെയർ ഇട്ടായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷേ അതിനു മുമ്പ് തന്നെ പരിശുദ്ധ അമ്മ ഈ മകളെ തൊട്ടിട്ടുണ്ടായിരുന്നു. കാരണം ഈ ഫോട്ടോ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ ഈ മകളെ സമർപ്പിച്ച് ജോസഫ് അച്ഛൻ ഓൾറെഡി പ്രാർത്ഥിച്ച് വിട്ടതായിരുന്നു. ഇപ്പോൾ രണ്ടുപേരും അമ്മയും മകളും നമ്മുടെ മുമ്പിൽ ആരോഗ്യവതിയായിട്ട് നമ്മുടെ മുമ്പിൽ ദൈവത്തിൻ്റെ സാക്ഷിയായിട്ട് നിൽക്കുകയാണ്. ഒപ്പം തന്നെ ഈ മകൾ പറഞ്ഞൊരു കാര്യം, ഞാൻ മധ്യസ്ഥ പ്രാർത്ഥന, എനിക്ക് അങ്ങനെ ഒരു കൃപ കിട്ടി. അത് ദൈവത്തോട് അടുത്ത് നിൽക്കുന്നവർക്ക് കിട്ടുന്ന ഒരു വലിയൊരു കൃപയാണത്. തന്നെ സ്നേഹിക്കുന്നവർക്ക് ഈശോ എന്ത് ചെയ്യുന്നത് വെച്ചാൽ എന്നെ തന്നെ വെളിപ്പെടുത്തും എന്നാണ് പറയണം. ദൈവപിതാവിനോട് ഐക്യപ്പെട്ട് നമ്മൾ പ്രാർത്ഥനാ ജീവിതം നയിക്കുമ്പോൾ ഈശോയുടെ മനസ്സ് നമുക്ക് വെളിപ്പെടുത്തി കിട്ടും. അപ്പോൾ ഈ മകൾ പ്രാർത്ഥിച്ച പ്രകാരമാണ് ദുരിതം അനുഭവിക്കുന്ന കുഞ്ഞുങ്ങളെ, അബ്യൂസ്ഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ കർത്താവ് ഒരു പ്രത്യേക അങ്ങനെ ഒരു മെസ്സേജ് കൊടുത്തു എന്ന് പറഞ്ഞു. അതുപോലെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം, മാതാപിതാക്കന്മാരെ ബഹുമാനിച്ച് അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കണമെന്നുള്ള വലിയൊരു സന്ദേശവും ഈ മകൾക്ക് കിട്ടി. അത് ഈശോയെ സ്നേഹിക്കുമ്പോൾ ഈശോ വെളിപ്പെടുത്തി കൊടുക്കുന്നതാണ്. ഒപ്പം തന്നെ എല്ലാവരും ഉടമ്പടി എടുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു മെസ്സേജ് ഈ മകളുടെ സാക്ഷ്യത്തിലുണ്ട്. ഈ മകളുടെ ജീവിതത്തെ തന്നെ അങ്ങനെ ക്രമീകരിച്ചു. കാരണം നമുക്കറിയാം UK-യിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ നൈറ്റ് തന്നെ വരും, അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പോൾ പരിശുദ്ധമ്മ ചെയ്തത് നല്ലൊരു ഓഫീസ് ജോലിയും കൊടുത്തു അല്ലേ? അത് വിട്ടുപോയി, എന്നോട് സാക്ഷ്യത്തിൽ പറഞ്ഞായിരുന്നു. അപ്പോൾ ഈ മകൾ ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അപ്പോൾ നമുക്കറിയാം നമ്മൾ മനസ്സ് വെച്ചാൽ നമുക്ക് കുർബാനയ്ക്ക് പോകാൻ പറ്റും. പക്ഷേ നമുക്ക് വേണ്ടത്ര തീക്ഷ്ണത ഇല്ലെങ്കിൽ പുറത്തൊക്കെ ചെല്ലുമ്പോൾ അങ്ങനെയാണ്, നമ്മൾ കുർബാന വോളണ്ടറിലി നമ്മൾ മിസ്സാക്കും. അപ്പോൾ അങ്ങനെ ഒരു ഹാബിറ്റ് ഈ മകൾക്കും ഉണ്ടായിരുന്നു. അതെല്ലാം ഈ മകൾ ക്രമപ്പെടുത്തി. ദിവസേന ദിവ്യബലിയിൽ ഞായറാഴ്ച കുർബാന മുടക്കാറില്ല. അങ്ങനെ ജീവിതം അങ്ങോട്ട് ക്രമപ്പെടുത്തി. അപ്പോൾ ജോഷുവ 3:5 അനുസരിച്ച് നിങ്ങളെ തന്നെ വിശദീകരിക്കുമെന്ന്, നാളെ നിങ്ങളുടെ ഇടയിൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കും. അത്ഭുതം പ്രവർത്തിച്ചെന്ന് വെച്ചാൽ ഈ മകൾക്ക് ചെയ്തിരുന്ന ജോലിനേക്കാളും നല്ല ബെറ്റർ ജോലി ഈ മകൾക്ക് മാത്രമല്ല ഹസ്ബൻഡിന് കിട്ടിയെന്നാണ് എന്നോട് പറഞ്ഞത് അല്ലേ? ഇപ്പം നല്ല ജോലി കിട്ടിയല്ലേ? നല്ല ജോലി, നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ ഉണ്ടോ? ഹസ്ബൻഡിന് ഏറ്റവും അത്ഭുതം എന്ന് പറയട്ടെ, ചൈൽഡ് സേഫ് ഗാർഡിങ്ങിൻ്റെ ടീം സൗത്ത് സിറ്റി കൗൺസിലിൽ ചൈൽഡ് സേഫ് ഗാർഡിങ് ടീമിലാണ് മാതാവ് ജോലി കൊടുത്തത്. അപ്പോൾ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചപ്പോൾ ഇവരുടെ ജീവിതം മൊത്തം സെറ്റ് ചെയ്തു മാതാവ്. കാരണം നല്ല ജോലി കൊടുത്തു, അനുഗ്രഹങ്ങൾ എല്ലാം വാരിക്കോരി കൊടുത്തു, സമയത്ത് രോഗസൗഖ്യം കൊടുത്തു. എല്ലാ വിഷയങ്ങളിലും പരിശുദ്ധ അമ്മയുടെ വലിയ കരുതലും സംരക്ഷണം ഉണ്ടായി. ഇതെല്ലാം നടക്കുന്നത് ഈ അമ്മയുടെ ആ ഒരൊറ്റ ഉടമ്പടിയിലൂടെയാണ് ഈ അനുഗ്രഹങ്ങൾ തുടങ്ങുന്നത്. പക്ഷേ കാലക്രമേണ അമ്മയോട് പ്രാർത്ഥിച്ചപ്പോൾ ഈ മകൾക്കും ഓൺലൈനിൽ അവിടെ ഇരുന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാനുള്ള കൃപ പരിശുദ്ധ അമ്മ കൊടുത്തു. അങ്ങനെയാണ് ജീവിതത്തിൽ ആ മൊത്തം അനുഗ്രഹങ്ങൾ കിട്ടുന്നത് അല്ലേ? ഓൺലൈൻ ഉടമ്പടിത്തിന് ശേഷം ഇവിടെ വരുന്നതും കൂടി ഞാൻ ലൈറ്റ് ക്യാൻഡിൽ പ്രയർ ഇട്ട് പ്രാർത്ഥിച്ചായിരുന്നു. അപ്പോൾ ഉടമ്പടി വഴിയായിട്ട് ഈ കുടുംബത്തിന് കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും പരിശുദ്ധ അമ്മയ്ക്ക് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന.